Hi, Namaste. Welcome back to my channel Mintrade. ഫോറക്സ് മാർക്കറ്റിൽ ആക്യുറേറ്റ് ആയിട്ട് നമ്മുടെ സോഫ്റ്റ് മിൻറ്റഡ് ഉപയോഗിച്ച് ട്രേഡ് എടുക്കാൻ സാധിക്കും. ഇന്നത്തെ ഗോൾഡിലും യൂറോസ്റ്റിലും GBP USDയിലും വന്ന മൊമെൻ്റ് ആണ്. ഇന്നത്തെ ഗോൾഡും യൂറോസ്റ്റി GBP ഒക്കെ നല്ല ട്രേഡിന് മാർക്കറ്റിൽ പോയിട്ടുണ്ട്. യൂറോസ്റ്റി ആണെങ്കിൽ നമുക്ക് മോർണിംഗിൽ വലിയ മൊമെൻ്റ് ഇല്ല, കുറച്ച് മുമ്പ് മാർക്കറ്റ് നല്ല രീതിയിൽ അടിച്ച് നല്ല രീതിയിൽ പെർഫോമൻസ് തന്നിട്ടുണ്ട്. അതേപോലെ GBP ആണെങ്കിലും നമുക്ക് വൺ സൈഡ് മൊമെൻ്റ് ആയിരുന്നു. ഇന്നലെ തൊട്ട് മാർക്കറ്റ് നമുക്ക് ബൈതിൻ്റെ കയറി കൊണ്ടിരിക്കാൻ അവിടെ ഒരു എക്സിറ്റ് തന്നിട്ടേ ഇല്ലെന്നുള്ളതാണ്. അതേപോലെ ഗോൾഡ് ആണെങ്കിൽ മാർക്കറ്റ് രാവിലെ തന്നെ അടിച്ച് കയറി. മാർക്കറ്റ് കുറച്ച് മുമ്പാണ് നമുക്ക് 2:30 ശേഷമാണ് മാർക്കറ്റ് സെല്ലിലേക്ക് ഇറങ്ങിയത്. അതിന് മുമ്പ് വരെ മാർക്കറ്റ് ബൈ തന്നെയായിരുന്നു. അപ്പോൾ നല്ല റിട്ടേൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ നമുക്ക് രാവിലെ നമ്മൾ എടുത്ത ട്രേഡ് വെച്ച് നോക്കുമ്പോൾ അപ്രോക്സിമേറ്റ് നമ്മൾ 3089 നിന്ന് ഗോൾഡ് എടുത്ത് അത് നേരെ കയറി അപ്രോക്സിമേറ്റ് 3132 വരെയൊക്കെ പോയിട്ടുണ്ട്. നല്ലൊരു ഹൈക്കാണ് ഉണ്ടായിരുന്നത്. മോർണിംഗിലും കയറി, അത് കഴിഞ്ഞ് പിന്നെ റെസിസ്റ്റൻസ് അടിച്ച് പിന്നെയും കയറി. അപ്പോൾ 2:30 ശേഷമാണ് നമുക്കോട്ട് സെൽ ട്രേഡ് തന്നത്. അതിന് മാർക്കറ്റ് കുറച്ച് ഇറങ്ങാൻ തുടങ്ങി. പക്ഷേ സെല്ല് തന്ന് ഇപ്പം ട്രേഡ് എടുക്കാൻ അവിടെ ആയിട്ടില്ല, കൺഫേം തന്നിട്ടില്ല. അപ്പം നമ്മുടെ സോഫ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് റിവേഴ്സിൽ ഐഡൻറ്റിഫൈ ചെയ്യാം, കറക്റ്റായിട്ട് എക്സിറ്റ് എൻട്രി, അതേപോലെ എവിടെ ട്രേഡ് എടുക്കണം. ഇപ്പോൾ ഒരു ഡൗൺ വന്നു കഴിഞ്ഞാൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ഡൗൺ ആണ്, നമുക്ക് ട്രേഡ് എടുക്കണം, ഒന്ന് ഹോൾഡ് ചെയ്യണം, തിരിച്ച് മാർക്കറ്റ് കയറാൻ സാധ്യതയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ എളുപ്പമാണ്. 8.1 ലേറ്റസ്റ്റ് വേർഷൻ്റെ സ്ട്രാറ്റജി അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഗോൾഡിൽ വന്ന മൊമെൻ്റ് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നത് വലിയ ടെക്നിക്കൽ നോളജിൻ്റെ ആവശ്യമില്ല, സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ സ്ട്രാറ്റജിയാണ്. ഫ്രഷേഴ്സിന് വരെ പെട്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇന്നലെ മാർക്കറ്റ് വൺ സൈഡ് മൊമെൻ്റ് ആയിരുന്നു. ലാസ്റ്റ് ക്ലോസിംഗ് സെഷനിലാണ് ഒന്ന് ഇറങ്ങാൻ ശ്രമിച്ചത്. പക്ഷേ അത് സോഫ്റ്റ് അവിടെ കൺഫർമേഷൻ തരാ സ്ഥിതിക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് ബ്ലൂ കളർ കാണിച്ചു. പക്ഷേ സെല്ല് തന്ന് കൺഫേം ക്യാൻഡലിൻ്റെ കളർ റെഡ് ആയപ്പോഴത്തേക്കും താഴോട്ട് ബാർ മാറിയില്ല, അപ്പോൾ അവിടെ ട്രേഡ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു എക്സിറ്റ് ചെയ്യാനായിട്ട് ബൈക്ക് ഉള്ള പൊസിഷൻ തന്നിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു പുതിയ എൻട്രി എടുക്കാൻ അവിടെ പറയുന്നില്ല. സ്ഥിതിക്ക് തിരിച്ച് കയറാൻ സാധ്യത ഉണ്ടെന്നാണ് സോഫ്റ്റ് അവിടെ പറയുന്നത്. അപ്പോൾ അത് തിരിച്ച് മാർക്കറ്റ് കയറുമ്പോൾ അവിടെ രണ്ടാമത് എൻട്രി എടുക്കാം. അത് പിറ്റേ ദിവസം മാർക്കറ്റിന് കണ്ടിന്യൂ പോയി ഇന്ന് രണ്ടാമത് പിന്നെയും മോർണിംഗിൽ പിന്നെയും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കയറി. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ചിറങ്ങാൻ തുടങ്ങി. പക്ഷേ സെല്ലിലേക്ക് ആകുന്നില്ല. സെൽ സിഗ്നലിവിടെ വന്നിട്ടും താഴോട്ട് റെഡ് മാറിയിട്ട് ക്യാൻഡലിൻ്റെ കളർ ഓറഞ്ചാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു സെൽ ട്രേഡ് എന്ന് പറയാൻ പറ്റിയല്ല. 30 മിനിറ്റ്സിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. 30 മിനിറ്റ്സിൽ അവിടെ ബൈ വന്ന് നമുക്ക് ബൈ തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ കിടക്കുന്നത്. ഇടയ്ക്കൊരു ഡൗൺ ഇറങ്ങിയെങ്കിലും നമുക്ക് മാർക്കറ്റ് ഇപ്പോഴും തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫോറക്സ് പ്രകാരം എപ്പോഴും 1ഉം 5ഉം 15ഉം നമുക്ക് 3 ട്രേഡുകളും ചെറിയ ട്രേഡുകളായിട്ട് ചെറിയ സ്കാൽപ്പിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ 31 അവറാണ് കുറച്ചുകൂടെ ആക്യുറേറ്റ്. പക്ഷേ രണ്ടും കമ്പയർ ചെയ്താൽ നമുക്ക് കണ്ടിന്യൂഷൻ മാർക്കറ്റിൽ എക്സിറ്റ് ചെയ്യാനുള്ള പോർഷൻ നമുക്ക് ഒരുപാട് റിവേഴ്സിൽ പോകുന്നതിന് മുമ്പ് എക്സിറ്റ് ചെയ്യാനും കറക്റ്റ് എൻട്രി ആയിട്ട് നമുക്ക് പിടിക്കാനായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറോട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ലൈവിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതേപോലെ GBP USDയുടെ നോക്കിയാൽ ഇന്നലത്തെ നമുക്ക് ബൈയുടെ കണ്ടിന്യൂവേഷൻ, ഇന്നും മാർക്കറ്റ് റെസിസ്റ്റൻസ് 2-3 പ്രാവശ്യം അടിച്ചു പോയി. ഇതുവരെ ബൈയുടെ കണ്ടിന്യൂവേഷൻ, അവിടെ ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. അതേപോലെ യൂറോസ്റ്റി ആയിട്ട് നോക്കട്ടെ. ഇന്നത്തെ ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ രാവിലെ ബൈ വന്നു, കൺഫേം ആയില്ല. കൺഫർമേഷൻ വന്ന സമയത്ത് നമുക്കവിടെ താഴത്തോട്ട് മാറിയ സമയത്ത് ഗ്രീൻ ആയില്ല. അപ്പോൾ ഗ്രീനുമായിട്ട് മാച്ച് ചെയ്ത് ഇവിടുന്നാണ്. അവിടുന്ന് കുറച്ച് കയറി തിരിച്ച് പിന്നെ മാർക്കറ്റ് കുറച്ച് ഇറങ്ങാൻ നോക്കി, പിന്നെയാണ് റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് അടിച്ചത്. അപ്പോൾ നമ്മൾ ഇതുവരെ ട്രേഡ് എടുത്തില്ലെങ്കിൽ നമുക്ക് പിന്നെയും മാർക്കറ്റ് റെസിസ്റ്റൻസ് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ ട്രേഡ് പിന്നെ എടുക്കാവുന്നതാണ്. അവിടെ സ്ട്രോങ് റെസിസ്റ്റൻസും കൂടി ആയിക്കഴിഞ്ഞാൽ നല്ല ബ്രേക്ക്ഔട്ട് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമുണ്ട്. ഓക്കെ, ഇപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ ലേറ്റസ്റ്റ് വേർഷനിൽ നമുക്ക് അങ്ങനത്തെ ഒരു സെറ്റിങ്സ് ഉണ്ട്. നമുക്ക് അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിനു മുമ്പ് വന്ന ട്രേഡ് തന്നെ നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ഡൗൺ അടിച്ചെങ്കിൽ നമുക്ക് താഴത്തോട്ട് നോക്കിയാൽ സെല്ലില്ലെന്ന് അവിടെ പറയുന്നുണ്ട്. അതേപോലെ തിരിച്ചു കയറി. പക്ഷേ ഇവിടുന്ന് കുറച്ച് കയറിയ ശേഷം തിരിച്ചിറങ്ങി. ആ ട്രെൻഡ് ലൈൻ അവിടെ തിരിയുമ്പോഴത്തേക്ക് എക്സിറ്റ് അടിക്കാം, അല്ലെങ്കിൽ താഴത്തോട്ട് നോക്കണം. താഴത്തെ സോൺ മാറുന്നവരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. ട്രെൻഡ് ലൈൻ തിരിച്ചിറങ്ങുമ്പോൾ തന്നെ നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.